ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ കേട്ടോ. ഞാനൊരു പുതിയ റീൽ എടുത്തിട്ടുണ്ട്. കാസ്റ്റിങ്ങിൻ്റെ റോയൽ ലെജൻഡ് 2 കേട്ടോ. ബോക്സ് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് തന്നെ റീലിരിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ബുക്സും മാനുവലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബുക്സും പിന്നെ അതിൽ 2 സ്റ്റിക്കറുണ്ട്. ഒരു കാസ്റ്റിങ്ങിൻ്റെ എംബ്ലുള്ള സ്റ്റിക്കറും പിന്നെ ഒരു മറ്റേ അതിൻ്റെ LB കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ട്. 4-5 ഉണ്ട്. അതെന്തിനാ യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. അറിയാവുന്നതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള 2 പേപ്പറാണല്ലോ, ബുക്കല്ല 2 പേപ്പർ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി ഒന്നും മനസ്സിലായില്ല. അതിൻ്റെ നമ്മൾ റീലെടുത്തു. റീല് നല്ല അടിപൊളി, നല്ല കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട്. ബ്ലാക്ക് റെഡ് കളർ കോമ്പിനേഷൻ വരുന്നത്, ചെറുതായിട്ടാണ് റെഡിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടോ. 5.1 ഗിയർ റേഷ്യോ വരുന്നുണ്ട്, 9 മാഗ്നറ്റും വരുന്നുണ്ട് കേട്ടോ. നല്ല സ്മൂത്താണ് സാധനം. പിന്നെ ഓപ്പണും ക്ലോസും മറ്റേ സ്പൂൾ ഓപ്പൺ ആക്കാനുള്ള ഒരു സ്വിച്ച് പോലെ കൊടുത്തിട്ടുള്ള കേട്ടോ. താഴത്തേക്ക് ക്ലോസും മുകളിലേക്ക് ഓപ്പണും അങ്ങനെ കൊടുത്തിട്ടുള്ള. അത് ഓപ്പൺ ചെയ്തപ്പോൾ അതിൽ സ്പൂളുണ്ട്, പിന്നെ എന്താ മാഗ്നറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൻ്റെ നമ്മൾ പിന്നെ ക്ലോസ് ചെയ്ത് വെച്ചു. അതിൻ്റെ നമുക്ക് യൂസ് ചെയ്യുന്ന ബ്രൈഡ് സിംബാദിൻ്റെ ബ്രൈഡ് കേട്ടോ. 38 LB എടുത്തിരിക്കണം. പിന്നെ എൻ്റെ അടുത്തുള്ള റോഡ് തന്നെയാണ് ഇത്, ബ്ലാക്ക് മാമ്പ, ലൂക്കാൻ്റെ ബ്ലാക്ക് മാമ്പ കേട്ടോ. അതിൽ നമ്മൾ റീലൊക്കെ വെച്ചു. അതിനായിട്ട് സ്പൂൾ ചെയ്യാനുള്ള പരിപാടിയാണ്. ഒരു ബക്കറ്റ് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലിട്ടിട്ടാണ് സ്പൂൾ ചെയ്യുന്നത് കേട്ടോ. സ്പൂളിൽ ഫസ്റ്റ് കെട്ടുന്നത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള ഒരു നോട്ടാട്ടോ ഇടുന്നത്. എല്ലാവരും അവർക്ക് കംഫർട്ടാവണ നോട്ട് ഇടാണ് നല്ലത്, കെട്ടാൻ അറിയാവുന്നത്. ഞാൻ 2 ത്രെഡൊക്കെ ഇട്ടുള്ളൊരു നോട്ടുണ്ട്, അതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. അത് കെട്ടിയിട്ട് അത്യാവശ്യം ടൈറ്റാക്കി പിന്നെ നമ്മൾ സ്പൂൾ ചെയ്യാൻ തുടങ്ങി കേട്ടോ. ബ്രൈഡ് പിന്നെ മൾട്ടി കളറാട്ടോ, അത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. പിന്നെ സ്പൂൾ ചെയ്യുമ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു കമ്പി വരുന്നുണ്ട്. അത് അതിൻ്റെ ഏകദേശം അടുത്തെത്തുന്നത് വരെ സ്പൂൾ ചെയ്താൽ മതി. ഏകദേശം ഒരു 50-60, മാക്സിമം ഒരു 65-70 മീറ്റർ, അതിന് കൂടുതൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മളിവിടെ ലൈനിൻ്റെ എൻഡിൽ 2 കെട്ടിട്ടു കേട്ടോ. ഒരു വലിയൊരു കെട്ടും അതിൻ്റെ ആ കെട്ടിൻ്റെ തന്നെ തലപ്പത്ത് ചെറിയൊരു കെട്ടിടും. അത് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്രോഗും ലൂർ എന്താ വെച്ചാൽ അറ്റാച്ച് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ ലൂറിൻ്റെയും ഫ്രോഗിൻ്റെ ഒക്കെ മുന്നിൽ വരുന്ന ആ ഹോളിൽ കൂടെ ജസ്റ്റ് എടുത്തിട്ട് ഒന്ന് ആ വലിയ ഹോൾ കൂടെ ഒന്ന് മറിച്ച് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ ലോക്കാവും. പിന്നെ എത്ര വലിച്ചാലും എത്ര ടൈറ്റ് ആയാലും നമ്മൾ കാസ്റ്റിങ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ചെറിയൊരു ടിപ്പ് പിടിച്ചെന്ന് വലിക്കുമ്പോഴേക്കും ലൂസാവും ചെയ്യും. അങ്ങനെ അപ്പോൾ എന്നിട്ട് പഴയ പോലെ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഊരാനും സുഖമാണ്. അതിനോട്ടാണ് ചെറിയ കെട്ടിടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മളിത് കാസ്റ്റ് ചെയ്ത് നോക്കി, അത്യാവശ്യം ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 50-60 മീറ്ററാണ് ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതിൽ മീൻ അടിക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാം. ബായ്.